അതിനപ്പുറം കിടക്കുന്ന ആളിക്കത്തുന്ന നരകത്തിന്റെ ആളുകളാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ. അല്ലാഹുവേ, നരകത്തിന്റെ വിറകുകൊള്ളിയായി അവിടെ കിടന്ന കത്തിയെരിയുന്ന ഹതഭാഗ്യരാക്കി ഞങ്ങളെ നീ മാറ്റല്ല തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, രണ്ടാമത്തെ നദിയോ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യറു തുഅമുഹു, ഒരു കാലത്തും രുചി വ്യത്യാസം വരാത്ത പാലിന്റെ അരുവിയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. നബി മുഹമ്മദ് മുസ്തഫ, ഒരു കാലത്തും രുചി വ്യത്യാസം വരാത്ത പാല് പശുവിന്റെ അകിടിൽ നിന്ന് കറന്നെടുക്കുന്ന പാലല്ല സ്വർഗത്തിലുള്ളത്, അള്ളാഹു പഠിക്കുന്ന പാലാണ്. ആ പാലിങ്ങനെ ഒഴുകി വരികയാണ്. ഇന്നലത്തെ പാലല്ലേ, ഒരു മാസം കഴിഞ്ഞതല്ലേ, ഒരു വർഷം കഴിഞ്ഞതല്ലേ, നിറവ്യത്യാസം വന്നു പോയിട്ടില്ലേ, ചളിച്ചു പോയിട്ടില്ലേ, പുളിപ്പ് വന്നിട്ടില്ലേ? ഒന്നുമില്ലലം യതഗയ്യറു തുഅമുഹു, അതിന്റെ രുചിക്കൊരു വ്യത്യാസം വന്നിട്ടില്ല. പാലിങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയെ എന്റെ വയനാട് വന്ന പിണങ്ങോട് കാറൊന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കുക. പാലാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്, അതൊന്ന് സങ്കല്പിച്ചു നോക്കുക. അല്ലാഹുവേ, എത്രയോ ദൂരത്തിങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സുന്ദരിയുടെ വെള്ളസാരിയെ പോലെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാലാറ് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ തോട്ടങ്ങൾക്ക് താഴെ അല്ലാഹു വെച്ചിരിക്കുകയാണ്. കാണണ്ടേ പെങ്ങളെ, കാണണ്ടേ ചെറുപ്പക്കാരാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിസാരിബി, കുടിക്കുന്നവർക്ക് മാസ്മരികമായ സുഖം കൊടുക്കുന്ന കള്ളിന്റെ പുഴയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ.